കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടു. കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന ഒരു റീലായിരുന്നു. നീ കണ്ടിട്ടുണ്ടോ? താജ് ദ ട്രീ ഹോട്ടൽ ഗ്രൂപ്പിന്റെ കണ്ടിരുന്നത്. ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ അവർക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തു. അത് ഹോസ്പിറ്റാലിറ്റി പോലുള്ള ഒരു സെക്ടറിൽ ഒന്ന് ഓർക്കണം, ഇത്രയും VIPസും ഹയർ ഒഫീഷ്യൽസും വരുന്ന അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി. അവര് ശരിക്കും ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും എപ്പോഴും അവരുടെ പേരൻസിനൊക്കെ ഒരു സങ്കടം ഉണ്ടാവും. ഇനി എത്രത്തോളം ആരില്ല എന്ന് പറഞ്ഞാലും ശരിക്കും സങ്കടം ഉണ്ടാവും. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് സ്പെഷ്യൽ സ്കൂളുകളുണ്ട്, ഇവർ വീട്ടിൽ ഇരുന്ന് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് ഇതിൽ. നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. കാലുകൊണ്ട് പടം വരയ്ക്കുന്നവര്, കേൾവിശക്തി ഇല്ലാണ്ട് പാട്ട് പാടുന്ന ആൾക്കാര്, നമ്മൾ ഒരുപാട് ഇവരുടെ കഴിവ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും താജ് പോലുള്ള ഒരു ഗ്രൂപ്പ് എടുത്ത ഒരു ഇനിഷ്യേറ്റീവ് അത് ശരിക്കും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്ത് തന്നെ വേണം. ഒരിക്കലും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല ആരും. അവര് ഞാൻ അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെ വായിച്ചപ്പോൾ അതിനകത്ത് അവർ എഴുതിയിട്ടുണ്ട്, അഡോപ്റ്റിംഗ് എ കൾച്ചർ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി. അതെ, ടാറ്റയുടെ വിഷനും അതായിരുന്നു. ടാറ്റ ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുന്നത്, ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും വലുതെന്നുള്ള ഒരു. എനിക്ക് അതിനകത്ത് ഏറ്റവും മനസ്സിലാക്കിയത് ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞ വാക്കാണ്, നോട്ട് എക്സ്ക്ലൂഷൻ. ലീഡിംഗ് ബൈ എക്സാമ്പിൾ ആൻഡ് എഡ്യൂക്കേറ്റിംഗ് അവർ അസോസിയേറ്റ്സ് ഓൺ അഡോപ്റ്റിംഗ് എ കൾച്ചർ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി. ഞാനിതിൽ നിന്ന് മനസ്സിലാക്കിയത് ആരും ഒരിക്കലും മാറ്റി നിർത്തപ്പെടേണ്ടതല്ല, എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിക്കണം. അതാണ് ടാറ്റ. ടാറ്റ ഇസ് നോട്ട് എ ബ്രാൻഡ്, ഇറ്റ്സ് ആൻ ഇമോഷൻ. യെസ്, ദാറ്റ് ഇസ് രത്തൻ ടാറ്റ.